അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബുഷി അറബിയുമ്മ സ്നേഹത്തോടെ സ്വീകരിച്ചു. ബുഷിയെ ഫ്രഷ് ആകുവാൻ വേണ്ടി അറബിയുമ്മ വിട്ടു. അറബിയുമ്മ കൊടുത്ത ആ ഒരു നല്ല ഡ്രസ്സ് അവളുടെ കൈകളിൽ കൊടുത്തുകൊണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ട് അജ്മലിൻ്റെ മനസ്സ് സന്തോഷിച്ചു. മോനെ അജ്മൽ, അറബിയുമ്മ വിളിച്ചു. മോനെ വന്നേ. അറബിയുമ്മ അവനെയും കൊണ്ട് അതാ തൊട്ടപ്പുറത്തുള്ള റൂമിലേക്ക് പോയി. അതെ, ഞാൻ ഹംദയെ ഇവിടെ കിടത്തിക്കാണ്. പിന്നെ മുകളിലേക്കൊന്നും പറഞ്ഞയച്ചിട്ടില്ല. നീ വരുവോളം അവളെ എൻ്റെ കസ്റ്റഡിയിൽ കഴിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതെ, ഞാൻ ചോദിക്കാൻ വേണ്ടി. അതേ മോനെ, നീ നോക്കി അവളെ കാണില്ല. അങ്ങനെയതാ ബുഷി ഫ്രഷ് ആകാൻ പോയ സമയത്ത് അറബിയുമ്മ അജ്മലിനെയും കൂട്ടി ആ റൂമിലേക്ക് പോകുന്നു. മോളെ ഹംദ, ഹംദ, ഞാൻ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. ഞാൻ പറയും അവളോട് കുറ്റിയിടരുതെന്നുള്ളത്. കാരണം ഏതൊക്കെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എപ്പോഴും അവളുടെ കാര്യം നോക്കിയെത്താൻ എനിക്ക് ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും ഞാൻ അത് അടച്ചിട്ടാൽ വിളിക്കണേക്കാളും നല്ലത് ചാരി വെച്ചാൽ തുറക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അറബിയുമ്മ തന്നെ വാതിൽ തുറന്നു. എന്നാൽ ഹംദ നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു നിമിഷം അജ്മൽ അത് കണ്ടു. അതെ, തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് നല്ല ഗാഢനിദ്രയിലാണ്. റബ്ബേ, പാവം, ക്ഷീണമൊക്കെ ഉണ്ടാവും. അറബിയുമ്മ, മോനെ ഒരു കുഴപ്പമില്ല. ചെറിയൊരു ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ശരി തന്നെയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകും അത്ര പലർക്കും. പക്ഷെ അതിനുശേഷം പിന്നെ എന്തൊക്കെയോ പറഞ്ഞു ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വരും, ചിലപ്പോൾ ഡേഞ്ചർ ആയിരിക്കും എന്നൊക്കെ ചില സിസ്റ്റേഴ്സും ഡോക്ടേഴ്സൊക്കെ പറയും. പക്ഷേ ഞാൻ എൻ്റെ ഡോക്ടറെ അവളെ കാണിച്ചു. ഞാൻ അവിടെ നിന്നൊക്കെ വെട്ടിക്കൊണ്ടുവന്നു. അതായത് മോൻ കാണിച്ച ഡോക്ടറല്ല, ഇപ്പോൾ ഞാൻ ഡോക്ടർ ഫാത്തിമയെയാണ് കാണിക്കുന്നത്. അതെ, ഫാത്തിമ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നല്ല ഡോക്ടറാണ് മോനെ. അത് എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. പിന്നെ ഫാത്തിമ ഡോക്ടർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ അൽഷിഫ ഹോസ്പിറ്റലിലാണ്. അൽഷിഫ ഹോസ്പിറ്റലിലെ നല്ല ഒരു സ്പെഷ്യലിസ്റ്റാണ് അവർ. അത് നമ്മളെ ഹോസ്പിറ്റൽ തന്നെയാണ്. അത് കേട്ടപ്പോൾ ശരിക്കും അജ്മലിന് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ നേരെ ഹംദയുടെ അരികിലേക്ക്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടപ്പോൾ ഹംദ ഒരു നിമിഷം എഴുന്നേറ്റിരുന്നു. വേണ്ട, കിടന്നോളൂ. അല്ല മോനെ, കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാണ്. പക്ഷേ എന്തോ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഇത് ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല മോനെ. ഹംദ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലിക്ക, ഒന്നുമില്ല. അതൊന്നാമതേ മോനെ ടെൻഷൻ കൊണ്ടും ആയിരിക്കും കേട്ടോ. അതായത് അവൾക്ക് കുറച്ച് ടെൻഷൻ കൂടിയിരുന്നു. അതായത് നീ പോയത് കൊണ്ടേ, നീയും അവൾ വേറെ താമസിക്കാൻ പോയി. പിന്നീട് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം, നിൻ്റെ പെട്ടെന്നുള്ള പോക്ക് എല്ലാം കൂടി ആയപ്പോഴേ അവളാകെ തകർന്നു പോയി. ഒരുപാട് ടെൻഷൻ കൊണ്ട് തന്നെ ആയിരിക്കും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം, എല്ലാം ഓക്കെയാണ്. അറബിയമ്മയുടെ വാക്കുകൾ കേട്ട അജ്മൽ ഒരു നിമിഷം പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ. ഹംദക്കും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. അല്ല, അപ്പോൾ ബുഷി ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വരും കേട്ടോ, വെയിറ്റ് ചെയ്യേ. സന്തോഷത്തോടെ ഹംദ തന്നെ ഭർത്താവിനെ സ്വീകരിച്ചു. അറബിയുമ്മക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. മോനെ അജ്മൽ, അറബിയുമ്മ വിളിച്ചു. ഉമ്മ. അല്ല, നമ്മുടെ ബുഷി ഓക്കെ അല്ലേ? ബുഷി ഓക്കെയാണ് അറബിയുമ്മ, പക്ഷെ ചില പ്രശ്നങ്ങളുണ്ട്. കാര്യങ്ങളെല്ലാം അതാ അജ്മൽ കുറച്ച് അറബിയുമ്മയോട് പറഞ്ഞു. എന്നാൽ മുഴുവനായിട്ട് പറഞ്ഞതുമില്ല. സാരമില്ല, ഞാൻ ആദ്യമേ കരുതിയ ഒരു കാര്യമുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ലല്ലോ. ഒന്നും സാരമില്ല. പടച്ച റബ്ബ് ജീവിതത്തിൽ ഓരോന്ന് വിധിച്ചിട്ടുണ്ടാകും. അതിനനുസരിച്ച് എന്തൊക്കെ തന്നെയാലും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഹയറായ ഒരു ജീവിതം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്. കാരണം അത് ഭാഗ്യമുള്ളവർക്കേ കിട്ടും. അത് ഉമ്മ, അത് കുഴപ്പമൊന്നുമില്ല. മോനെ ആയിക്കോട്ടെ, എന്തായാലും അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അറബിയുമ്മ വിളിച്ചു. മോനെ അജ്മൽ. ഉമ്മ, ഒന്നിങ്ങ് വന്നേ. അവൻ വന്നു. അപ്പോഴേക്കും ബുഷി കുളിയും കഴിഞ്ഞെത്തി. അവൾക്ക് അറബിയുമ്മ കൊടുത്ത ആ ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്തി ആയിട്ടുള്ള ഡ്രസ്സ്, അതെ, ദൂര യാത്രയെല്ലാം കഴിഞ്ഞപ്പോൾ ആ ഒരു ഡ്രസ്സ് ധരിച്ചപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു മനസ്സിന് സമാധാനവും കുളിർമയും. മോളെ ബുഷി, അറബിയുമ്മ അവളെ വിളിച്ചു. ഉമ്മ, മോളിങ്ങ് വന്നേ. അവളുടെ മുടിയിഴകളിലൂടെ അത് അറബിയുമ്മ തലോടി കൊടുത്തു. ഇതെന്താ മോളെ, ശരിക്ക് തോർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് അറബിയുമ്മ തന്നെ ഒരു ടർക്കി എടുത്ത് അവളുടെ മുടിയിഴകൾ
നന്നായി തോർത്തി കൊടുത്തു. മോളെ, ഇങ്ങനെയൊക്കെ ആയാ മോളെ പനി പിടിക്കൂലേ എന്ന് പറഞ്ഞ് ഒരു ഉമ്മയുടെ സ്നേഹത്തോടെ, ഒരു ഉമ്മ എത്രമാത്രം ഒരു കുട്ടിക്ക് കരുതൽ നൽകും, അതുപോലെയാണ് ശരിക്കും അവളോട് ഉമ്മയെ കുറിച്ച് ഓർത്തു. റബ്ബേ പഠിച്ചോനെ, അവൾ കൊതിച്ചതായിരുന്നു അതെല്ലാം. എന്നാൽ അൻഷിഫിൻ്റെ ഉമ്മ അവളെ നന്നായിട്ട് നോക്കാറുണ്ടായിരുന്നു. വളരെയധികം നല്ല രീതിയിൽ പാവമായിരുന്നു. മുടിയിൽ എണ്ണ തേച്ച് കുളിക്കാനൊക്കെ പറയാനൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു. അങ്ങനെ എൻ്റെ തലയൊക്കെ മുടിയെല്ലാം വാർന്ന് എണ്ണയെല്ലാം തേച്ച് മസാജ് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കിയിരുന്നു. പാവമാണ് ആ ഉമ്മ. അവൾ ആ ഉമ്മയെക്കുറിച്ച് ഓർത്തു. മോളെ, മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ഇതാ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം. സെർവൻ്റ് അപ്പോഴേക്കും അത് കൊണ്ടുവന്ന് വെച്ചിരുന്നു. മോനെ അജ്മൽ, അറബിയുമ്മ വിളിച്ചു. പെട്ടെന്നതാ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് തലാൽ വരുന്നു. മോനെ തലാൽ. ഉമ്മ, അതെ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ആരാ മോനെ? അറബിയുമ്മ അങ്ങോട്ട് ചെന്നപ്പോൾ ശരിക്കും ഞെട്ടി. ബുഷിയും അജ്മലും ആ ഒരു കാഴ്ച കണ്ടു. അത് മറ്റാരുമല്ലായിരുന്നു, അതെ അത് ഷാമിലായിരുന്നു. ഷാമിൽ ഒരു നിമിഷം അജ്മലിനെയും ബുഷിയെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബുഷിയുടെ ഹൃദയം പടപട ഇടിച്ചു. ശരിക്കും അജ്മൽ അവനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് അവൻ്റെ അരികിലേക്ക് ചെന്നു. അസ്സലാമു അലൈക്കും യാ ഹബീബി എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. എന്തെന്നറിയില്ല, എന്തൊക്കെയോ കുറ്റബോധത്തിൻ്റെയും ഒക്കെ വിഷമങ്ങളുടെയും പ്രയാസത്തിൻ്റെയുമെല്ലാം ഒരു അകക്കണ്ണീർ അവനിൽ നിന്ന് വന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് അതാ ബുഷി വിതുമ്പി കരഞ്ഞു. ഷാമിലിനെ പെട്ടെന്ന് കണ്ട മാത്രയിൽ അവളുടെ ഹൃദയം പൊട്ടിപ്പോയി. എല്ലാം ഒന്ന് അവനോട് തുറന്നു പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ പലതും തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ചിലതൊക്കെ പറഞ്ഞതുകൊണ്ടും കുറേയൊക്കെ കാര്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ടാകും എന്നും വിചാരിച്ചു. എന്നാൽ ഷാമിലിനെ കണ്ടപ്പോൾ അറബിയുമ്മ പറഞ്ഞു, മോനെ ഷാമിൽ, മോൻ വിഷമിക്കേണ്ട. പടച്ച റബ്ബെ വിചാരിച്ചതും വിധിച്ചതുമല്ലേ നടക്കുകയുള്ളൂ. എങ്കിലും ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ ഹൈറായി ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കഴിയാനുള്ളതെല്ലാം കഴിഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹം വേറെ പലതുമായിരുന്നു. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചാലും ചിലതൊക്കെ പടച്ചാൻ തട്ടിത്തെറിപ്പിക്കും. അതിലൊരു നന്മയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവളാണ് ഈ ഞാൻ. അല്ലാതെ വിധിയെ ഓർത്ത് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു നമുക്ക് വിധിച്ചതിൽ നമ്മൾ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുക. അപ്പം റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും. അറബിയമ്മയുടെ വാക്കുകൾ കേട്ട് ഷാമിൽ ഒരു നിമിഷം വിതുമ്പിപ്പോയി. ബുഷിയും, സാരമില്ല മക്കളെ, മോളെ എല്ലാം റെഡിയാകും. എന്നാൽ അതാ ഷാമിൽ പെട്ടെന്ന് പറഞ്ഞു, ഉമ്മ അത് ഉമ്മുൽ ഖൈറും അവരുടെ അനിയത്തിയും മകളും വാഹനത്തിലുണ്ട്. ആണോ? മാഷാ അല്ലാ, അറിഞ്ഞില്ലല്ലോ. മോനെ തലാൽ, എന്താ നീ അവരെ ഇറക്കി കൊണ്ടുവരാത്തത്? ഉമ്മ, ഞാനത് അറിഞ്ഞില്ല, ഷാമിലാണ് ഇറങ്ങി വന്നത്. അതെ, അവര് പറഞ്ഞു ഞങ്ങള് പിന്നീട് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ ഹറബി ഉമ്മ അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്ത് വർത്തമാനം മോനെ നീ പറയുന്നത്? അല്ലാ, ഉമ്മുൽ ഖൈർ പാവമാണ് ആ സ്ത്രീ. അവര് നേരെ ഉമ്മുൽ ഖൈർ കാറിനടുത്തേക്ക് ചെന്നു. ഷാമിൽ അവരെ വിളിച്ചു. ഉമ്മുൽ ഖൈർ ഇറങ്ങി വന്നു. അറബിയുമ്മയെ കെട്ടിപ്പിടിച്ചു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ്. എന്നാൽ കൂടെ അനിയത്തിയും മകളുമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അറബിയുമ്മക്ക് അതിലേറെ സന്തോഷമായി. എന്ത് പണിയാണ് നിങ്ങളീ ചെയ്തത്? നിങ്ങളെന്ത് ഇറങ്ങാതിരിക്കുന്നത്? എന്നാൽ അജ്മലായിരുന്നു ആ വണ്ടി ഡ്രൈവ് ചെയ്തിരുന്നത്. അതായത് ഉമ്മുൽ ഖൈറിനും അവരുടെ അനിയത്തിക്കും മകൾക്കും എവിടേക്കോ ഒന്ന് കാണുവാൻ വേണ്ടി പോകാനും ഒക്കെ ചുറ്റിക്കറങ്ങലായിരുന്നു ലക്ഷ്യം. എന്നാൽ അതിനിടയിൽ ഇതാ അജ്മൽ ഇവിടെ ലാൻഡ് ചെയ്ത വിവരം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ അറബിയമ്മയുടെ വീട് ലക്ഷ്യമാക്കി പോന്നതായിരുന്നു. ഷാമിലിന് എന്തെന്നില്ലാത്ത സന്തോഷം ബുഷിയെ കണ്ടപ്പോൾ. കാരണം എൻ്റെ ബുഷി രക്ഷപ്പെട്ടല്ലോ ആ കാട്ടാളന്റെ കൈകളിൽ നിന്ന് എന്നതായിരുന്നു അവന് വിചാരിച്ചിരുന്നത്. അൻഷിഫിന്റെ അസുഖം പെട്ടെന്ന് ഷിഫിയാകട്ടെ. പക്ഷെ സിനാൻ, അവന് വിശ്വസിക്കാൻ പറ്റില്ല. സിനാനെ അത്ര നല്ല ആളല്ല. സിനാനെ കുറിച്ച് ഓർക്കുമ്പോൾ ആകപ്പാടെ ടെൻഷനും ഭയവുമായിരുന്നു. എപ്പോഴും ബുഷിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാഹുവേ ബുഷിക്കൊന്നും സംഭവിക്കരുതേ എന്ന്. എന്നാൽ അൽഹംദുലില്ലാ, അറേബ്യയുടെ മണ്ണിലെത്തിയപ്പോൾ ഷാമിലിന് എന്തെന്നില്ലാത്ത സന്തോഷം.
കാരണം ബുഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു അവൻ്റെ ചിന്തയിൽ. വല്ലാത്തൊരു സമാധാനം. പഠിച്ചവനെ രക്ഷപ്പെട്ടല്ലോ, എൻ്റെ മോൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നായിരുന്നു ചിന്തിച്ചത്. കാരണം സിനാൻ ഒന്നിനും മടിക്കാത്തതാണ്. സിനാന്റെ അടുത്ത് വിശ്വസിച്ച് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അൻഷിഫിനെ ആ രൂപത്തിലാക്കിയതും സിനാൻ തന്നെയാണ്. അതും ബുഷിയെ തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ട്. അറബിയുമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം. കാരണം അവിടെ വഞ്ചനയില്ല, ചതിയില്ല, എല്ലാവരും നേർക്കുനേരാണ്. മാത്രമല്ല അറബിയുമ്മ നീതി പാലിക്കുന്നവളാണ്. എല്ലാവർക്കും തുല്യനീതിയാണ് അവിടെ അവർ നിശ്ചയിക്കുന്നത്. അല്ലാതെ പാവപ്പെട്ടവർക്കെന്നോ പണക്കാർക്കെന്നോ സൗന്ദര്യമുള്ളവർക്കെന്നോ ഇല്ലാത്തവർക്കെന്നോ വ്യത്യാസമില്ലാതെ പാവപ്പെട്ട ലൈലയെ കൊണ്ടുവന്നു. ലൈലയെയും മക്കളെയും കൊണ്ടുവന്നു. ഭർത്താവിൻ്റെ അസുഖമെല്ലാം ഭേദമാക്കി, അതായത് ഭർത്താവിനുള്ള അസുഖത്തിനുള്ള ചികിത്സയെല്ലാം നൽകിയിട്ട് ഇവിടെ എത്തിച്ചു. ലൈലയും 5 മക്കളും ഇന്ന് സുഖസുന്ദരമായി കഴിയുകയാണ്. വീട്ടിൽ ജോലിക്കാരിയായി കഴിഞ്ഞിരുന്ന ലൈല ഇപ്പോൾ അവളുടെ സ്ഥിതി മാഷാ അല്ലാഹ് അധികം സന്തോഷത്തിലാണ്. അതായത് ഭർത്താവും മക്കളുമായി അറേബ്യയിൽ ആ ഒരു ജീവിതം, അതും അറബിയുമ്മയുടെ കെയർ ഓഫിൽ. അറബിയുമ്മ എത്രമാത്രം സഹായങ്ങളാണ് അവർക്കെല്ലാം നൽകിയത്. പോരാത്തതിന് അദ്ദേഹത്തിന് ഇപ്പോൾ അസുഖമെല്ലാം ഭേദമായപ്പോൾ ചെറിയൊരു ജോലിയും തരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ജോലി ചെയ്യാതിരിക്കുക എന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അത് എന്തൊക്കെ തന്നെയായാലും ജോലി ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ അധികം നട്ടെല്ലിനെ വളരെയധികം ക്ഷതം ഏൽക്കാത്ത രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ജോലിയാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത്. അതും അറബിയുമ്മയുടെ സൂപ്പർ മാർക്കറ്റിലാണ് നൽകിയത്. എന്തൊക്കെ തന്നെയായാലും നല്ലൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന അറബിയുമ്മ, ആരെയും മാറ്റി നിർത്താത്ത അറബിയുമ്മയുടെ മുമ്പിൽ ഇപ്പോൾ ബുഷിയും അജ്മലും വന്നപ്പോഴും അറബിയുമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഉണ്ടായിരിക്കാം. സ്നേഹത്തോടെ അതാ ഉമ്മുൽ ഖൈറിനെയും അനിയത്തിയെയും സഫിയെയും കണ്ടപ്പോൾ അറബിയുമ്മയുടെ മനസ്സ് നിറഞ്ഞു. മാഷാ അല്ലാ, മോളെ, മോളുടെ പേരെന്താണ് എന്ന് അറബിയിൽ അറബിയുമ്മ ചോദിച്ചു. അവൾ പേര് പറഞ്ഞു, സഫ. മാഷാ അല്ലാ, മോളെ വരൂ. എന്തെന്നില്ലാത്തൊരു സന്തോഷം. അല്ലെങ്കിലും വിവാഹപ്രായമായ കുട്ടികളെ കാണുമ്പോൾ അറബിയുമ്മക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്, എന്തെന്നില്ലാത്തൊരു വാത്സല്യമാണ്. പെൺമക്കളില്ലാത്ത അറബിയുമ്മ, തലാലിനെ മാത്രം കൊണ്ടു നടന്നിരുന്ന അറബിയുമ്മക്ക് ഇപ്പോൾ കുറേ പെൺകുട്ടികളെ കിട്ടി. അവരെ നല്ല രീതിയിൽ അറബിയുമ്മ നോക്കി വളർത്തി. അങ്ങനെയുണ്ട്. ആ കൂട്ടത്തിൽ ഇപ്പോൾ സഫിയെ കണ്ടപ്പോൾ അറബിയുമ്മക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഉമ്മുൽ ഖൈർ, ഇത് അനിയത്തിയുടെ മോളാണ്. അവർക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ. മാഷാ അല്ലാ, പെൺകുട്ടികളെ കാണുമ്പോഴേ എപ്പോഴെൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. കാര്യം മറ്റൊന്നുമല്ല, അവർ ബർക്കത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ കാണുമ്പോഴേ പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങിയ പോലെ തോന്നും. എന്നാൽ ഉമ്മുൽ ഖൈർ പുഞ്ചിരിച്ചു. അത് ഉമ്മുൽ ഖൈറിന്റെ സഹോദരിക്കും അറബിയുമ്മയെ ഒത്തിരി ഇഷ്ടമായി. അവരുടെ ആ ഒരു സ്നേഹവും അവരുടെ ആ സ്വീകരണവും അത്രക്കും അവരെ നന്നായിട്ട് ഇഷ്ടപ്പെടുത്തിയിരുന്നു. അറബിയുമ്മ, ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേൾക്കാന്? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് അറബിയുമ്മയെ കുറിച്ച്. പക്ഷെ നേരിൽ ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഉമ്മുൽ ഖൈറിന്റെ അനിയത്തി അത് പറഞ്ഞപ്പോൾ സഫയും പറഞ്ഞു, അത് അറബിയുമ്മയെ കുറിച്ച് ആരൊക്കെയോ കവിത എഴുതിയിട്ടുണ്ടല്ലോ. അറബിയുമ്മയെ കുറിച്ച് എന്തൊക്കെയോ ലേഖനങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. മോളെ, അതൊന്നും ഞാനായിരിക്കില്ല. എനിക്ക് ഒരിക്കൽ പോലും അതിന് താല്പര്യവുമില്ല. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമുക്ക് ആവശ്യമുള്ളതാണ്. എൻ്റെ ഇത് കടമയാണത്. അതൊരിക്കലും മറ്റൊരാൾ കാണുവാൻ വേണ്ടിയിട്ടോ അത് ഞാനായിരിക്കില്ല മോളെ, ഒരിക്കലും ഞാനല്ല. അതെ അറബിയുമ്മ, സത്യം തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ ഫേസ് ഒന്നും കാണാത്തത് കൊണ്ട് അത് ആളെ മനസ്സിലായില്ല എന്ന് മാത്രം. സഫിയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ അറബിയുമ്മക്ക് നല്ലൊരു സന്തോഷം തോന്നി. എന്തെന്നറിയില്ല, നല്ല ചുറുചുറുക്കുള്ളൊരു പെൺകുട്ടി, നല്ലൊരു സ്മാർട്ട്നെസ്, എല്ലാം കൊണ്ടും നല്ലൊരു മോള് എന്ത് ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി വിത്ത് ഇസ്ലാമിക് കോഴ്സ്, അതാണ് ചെയ്യുന്നത്. ഓ മാഷാ അല്ലാ, എന്തൊക്കെ തന്നെയാലും മോളെ പഠിച്ച റബ്ബ് നന്നാക്കട്ടെ. സഫിയ അറബിയുമ്മക്ക് ഒത്തിരി ഇഷ്ടമായി. എന്തായാലും മക്കളെ, നിങ്ങളൊക്കെ വന്നില്ലേ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എന്നാലേ മോൾക്ക് ഞാൻ ഒരു ആളെ കാണിച്ചു തരാം. നേരെ അതാ ബുഷിയുടെ അരികിലേക്ക് അവളെ കൊണ്ടുപോകുന്നു സഫിയെ. ശരിക്കും സഫ ബുഷിയെ കണ്ടപ്പോൾ സലാം ചൊല്ലി. ശരിക്കും എന്തെന്നറിയില്ല, സഫക്ക് നല്ലൊരു കൂട്ട് ബുഷി. മോൾക്ക്
പറ്റിയൊരു കൂട്ടുകാരി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അറബിയമ്മ അവളെ പരിചയപ്പെടുത്തി. എന്താണെന്നറിയില്ല, സഫിയെ കണ്ടപ്പോൾ ബുഷിയുടെ മനസ്സും ഒന്ന് നിറഞ്ഞു. ഒരു കൂട്ടുകാരിയെ കിട്ടിയ പോലെയായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് അജ്മൽ സന്തോഷിച്ചു. തൻ്റെ ബുഷിക്കൊരു കൂട്ട് ഇത്ര പെട്ടെന്നാവുമെന്ന് വിചാരിച്ചില്ല. അറബിയമ്മ പറഞ്ഞു, മക്കളെ, എന്തായാലും ഇവിടെ കുറച്ച് ദിവസം നിങ്ങൾ തങ്ങണം. അതായത് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഇവിടെയുണ്ട്. ഉമ്മുൽ ഖൈർ, ഭയമില്ലല്ലോ. നിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം ശരിയാകുന്നതുവരെ നീ അവിടെ പോയിട്ടും കാര്യമില്ലല്ലോ. നിനക്ക് മനസ്സമാധാനമല്ലേ വേണ്ടത്? നമുക്കിവിടെ കഴിയാം ഉമ്മുൽ ഖൈർ. സ്നേഹത്തോടെ ഉമ്മുൽ ഖൈർ അത് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം ഉമ്മുൽ ഖൈർ. അതെ അറബിയമ്മ, ഞങ്ങൾ പോകട്ടെ. എൻ്റെ ജീവിതം ഏതായാലും ഇങ്ങനെയൊക്കെ ആയി തീർന്നതാണ്. പിന്നെ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് ഒരു വിദേശ പര്യടനത്തിന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 1-2 മാസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനൊരു യാത്ര തിരിച്ചതാണ്. അതെ, ഞങ്ങളും ഒരു യാത്ര. അങ്ങനെ ആകുമ്പോൾ ഷാമിൽ, പിന്നെ എൻ്റെ വിശ്വസ്തനായ ഡ്രൈവറാണ് ഷാമിൽ. ഡ്രൈവർ എന്നുള്ള രീതിയിലല്ല ഞാൻ അവനെ കാണുന്നത്. ഞാൻ അവനെ എൻ്റെ മകൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. കാരണം അവൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് അവൻ എന്നെന്നും പ്രിയപ്പെട്ടതാണ് എൻ്റെ ഷാമിൽ. അവനുണ്ടായി കഴിയുമ്പോൾ വല്ലാത്തൊരു സമാധാനം. നാട്ടിൽ അവൻ പോയ സമയത്ത് എനിക്ക് ആകപ്പാടൊരു ടെൻഷനായിരുന്നു. കാരണം എൻ്റെ ജീവിതം ഒരു ഇരുളടഞ്ഞ റൂമിൽ അകപ്പെട്ടതുപോലെയായിരുന്നു ഞാൻ. ഷാമിൽ വന്നതിന് ശേഷമാണ് അറബിയമ്മ എനിക്ക് സമാധാനം കിട്ടിയത്. എൻ്റെ കുട്ടിയാണത്, എൻ്റെ മോനാണ്. എന്തെന്നറിയില്ല, ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഷാമിലിൻ്റെ മനസ്സ് നിറയും. റബ്ബേ, എനിക്ക് എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും പടച്ച റബ്ബ് എനിക്കൊരു ഉമ്മയെ നൽകിയിട്ടുണ്ട്. അതെ, അതാണ് ഉമ്മുൽ ഖൈർ. അതുമാത്രമല്ല, എൻ്റെ വീട്ടിലും മറ്റൊരു ഉമ്മയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മാജിയുമ്മ. എന്തായാലും എൻ്റെ പിതാവിനെ നോക്കിയത് അവരാണ്. സ്ട്രോക്ക് വന്ന് തളർന്ന സമയത്ത് എൻ്റെ പിതാവിന് താങ്ങായും തണലായും നിന്ന മാജിയുമ്മ. ആ മാജിയുമ്മ, അതും എനിക്ക് അൽഹംദുലില്ലാ നീ നൽകിയ അനുഗ്രഹം തന്നെയാണ്. ബുഷി അറബിയമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഷാമിലിന് തികച്ചും സമാധാനമായി. റബ്ബേ, ഇനി എന്താണ് അവളുടെ മനസ്സിലെ ആഗ്രഹം, അത് നീ നടത്തി കൊടുക്കല്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അവിടെ നിന്ന് രക്ഷപ്പെടുകയെന്ന് വെച്ചാൽ അത് ചില ആളുകളുണ്ട് പഠിച്ചോനെ, ചതിയും വഞ്ചനയുമായിട്ട് നിൽക്കുന്ന ചില ആളുകൾ. പഠിച്ചോനെ അല്ലാ, അങ്ങനത്തെവരുടെ ഷറിൽ നിന്ന് നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഷാമിലിന് എന്തെന്നില്ലാത്ത സന്തോഷം. എന്നാൽ ഈ സമയം സഫയും ബുഷിയും നല്ല കൂട്ടായിരുന്നു. സഫ കാര്യങ്ങളെല്ലാം ബുഷിയോട് ചോദിച്ചു. ബുഷിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ രണ്ടുപേരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി മാറുകയായിരുന്നു. എന്തെന്നറിയില്ല, ബുഷിയെ കിട്ടിയപ്പോൾ സഫക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. എല്ലാവർക്കും വേണ്ടി അറബിയമ്മ അപ്പോഴേക്കും സെർവൻറ്റിനോടുള്ള ഫുഡെല്ലാം സെറ്റാക്കാൻ പറഞ്ഞു. സെർവൻറ്റിനോട് പറഞ്ഞു, അതെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുണ്ട്. അതിനിടയിൽ നാഫി ഉസ്താദും നമ്മുടെ നൂർ ഫാത്തിമയും എങ്ങോട്ടോ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. അവർ ഇന്നോ നാളെയായിട്ട് അവരെത്തും. പൊന്നും മക്കളെ, എല്ലാവരും എത്തും. എല്ലാവരും എത്തിയാൽ സന്തോഷത്തോടു കൂടി നമുക്ക് കഴിയണം. എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു അറബിയമ്മയുടെ അവസ്ഥ. കാരണം എനിക്ക് ഒരു മകനേ ഉള്ളൂ, തലാലും ഇപ്പോൾ ഭാര്യയുണ്ട്. എന്നാൽ എൻ്റെ തലാലിന് ഇത്രയധികം സഹോദരങ്ങളും ഇത്രയധികം പെങ്ങന്മാരും ഉണ്ടാവുന്നത് ഒരിക്കൽ പോലും അറബിയമ്മ കരുതിയില്ല. അതും കേരളക്കാരായ ആളുകൾ തന്നെയാണ് കൂടുതലും. അറബിയമ്മക്കാണെങ്കിൽ കേരളക്കാരെ ഒത്തിരി ഇഷ്ടമാണ്. അവരുടെ സ്നേഹവും അവരുടെ സ്നേഹപ്രകടനങ്ങളും അവരുടെ നന്ദിയുമെല്ലാം ഓർക്കുമ്പോൾ അറബിയമ്മക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അറബിയമ്മക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും തോന്നി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വിവിധ രീതിയിലുള്ള ഭക്ഷണങ്ങൾ അവിടെ തയ്യാറായിക്കൊണ്ടിരുന്നു. അതിനിടയിൽ അറബിയമ്മ പ്രത്യേകമായിട്ട് സെർവൻറ്റിനോട് പറഞ്ഞു, അതായത് അറബികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവർ, അത് സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ആളുകൾ വരുന്ന സമയത്ത് അറബിയമ്മ പ്രത്യേകമായി സെർവൻറ്റിനോട് ഉണ്ടാക്കാൻ പറയുന്ന ഒരു തരം ഫുഡുണ്ട്. അത് വളരെയധികം വിലമതിക്കുന്നതും വളരെയധികം ടേസ്റ്റ് ഉള്ളതും നല്ല ചിലവേറിയതുമാണ്. പക്ഷെ ടൈം എടുത്തത് ചെയ്യണം. അറബിയമ്മക്ക് തന്നെ ചെയ്യാനാണ് അത് താല്പര്യമുള്ളത്. അത് ഒരുപാട് നല്ല ടേസ്റ്റുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം സമ്മാനിക്കുന്ന, അതും നല്ല ക്യാഷ്ലി ആയിട്ടുള്ള ഒരു ഫുഡാണത്. അതുണ്ടാക്കുവാൻ വേണ്ടി പ്രത്യേകം അറബിയമ്മ അപ്പോൾ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാൽ സെർവൻസ് പറഞ്ഞു, അറബിയമ്മക്ക് പ്രിയപ്പെട്ടവർ ആരൊക്കെയോ എത്തിയിരിക്കുന്നു,
അതാണ് ഈ ഫുഡ് ഉണ്ടാക്കാൻ. ഇത് ഏകദേശം മണിക്കൂറുകൾ പിടിക്കും. എങ്കിലേ ഇത് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ എത്തുകയുള്ളൂ. എന്തൊക്കെ തന്നെയായാലും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അവരോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഈ സമയം തലാലും അജ്മലും ഷാമിലും നല്ല രീതിയിൽ സംസാരത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ബുഷിയെക്കുറിച്ച് തലാൽ ചോദിച്ചു, അല്ല അജ്മൽ, ബുഷിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞു. എന്തൊക്കെ അവളുടെ ഭർത്താവിനെ കൂടെ കൂട്ടി കൊണ്ടുവന്നാൽ മതിയായിരുന്നു. തലാൽ അത് പറഞ്ഞപ്പോൾ അജ്മൽ പറഞ്ഞു, തലാൽ, കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്. ആണോ? ഇത്ര പെട്ടെന്ന് എന്ത് പറ്റി? അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു. എന്താ ചെയ്യുക, സാരമില്ല, ഒക്കെ റെഡി ആയിക്കോളും, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. തലാൽ ശരിക്കും പറഞ്ഞു, പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അദ്ദേഹത്തെ സുഖപ്പെടുത്താൻ നമുക്ക് കഴിയൂലേ? കഴിയാഞ്ഞിട്ടല്ല, ശ്രമിക്കുന്നുണ്ട്. ആ ഓക്കെ. എന്തായാലും അല്ലേ, ഉമ്മക്ക്, അറബി ഉമ്മക്ക് എപ്പോഴും ഇഷ്ടം, ഉമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, അതായത് ബുഷിയും ഷാമിലും ഒരുമിക്കണം. ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഒരുമിച്ചിട്ടുണ്ട്. നൂർ ഫാത്തിമയും നാഫി ഉസ്താദും സിനാനും മുഹ്സിനയും ഹംദയും അജ്മലും പിന്നെ ഞാനും എൻ്റെ ഭാര്യയും, അങ്ങനെയൊക്കെ എല്ലാം അൽഹംദുലില്ലാ ഓക്കെ ആയിട്ടുണ്ട്. അതിനിടയിൽ ചില വേഷം കെട്ടുകളൊക്കെ വേണ്ടി വന്നെങ്കിലും, അതായത് ഹംദയെ രക്ഷപ്പെടുത്താൻ അതൊരു ആണിൻ്റെ രൂപത്തിൽ അസൂറ ബീവിയെ പോലെ കുറച്ച് നടന്നു. എങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് എല്ലാം നല്ല രീതിയിൽ റാഹത്തായിട്ട് തന്നെ നടന്നു എന്ന് തന്നെ പറയാം. എന്നാൽ അറബി ഉമ്മക്ക് എന്നും ഉമ്മ എന്നോട് പറയുമായിരുന്നു, മോനെ, എനിക്ക് ഒരു കാര്യം കൂടെ കഴിയണം, എന്നിട്ട് മരണപ്പെട്ടാൽ മതിയെന്ന്. അതായത് ഷാമിലും ബുഷിയും തമ്മിലുള്ള വിവാഹം, അതും കൂടെ എനിക്ക് ഇവിടുന്ന് നടന്ന് കാണണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ അതിനിടയിൽ നിങ്ങൾ അവിടെ നിന്ന് വിവാഹമൊക്കെ കഴിച്ചു എന്ന് കേട്ടപ്പോൾ ഉമ്മ, സത്യം പറഞ്ഞാൽ ഉമ്മക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഉമ്മ നല്ലോണം വിതുമ്പി കരഞ്ഞിരുന്നു. കാരണം ഉമ്മ ആഗ്രഹിച്ചത് നടക്കാതെ നിന്നിട്ടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ഷാമിലിന് കുറ്റബോധം തോന്നി, അത് എൻ്റെ കാരണം കൊണ്ട് മാത്രമാണ്. എന്നാൽ അപ്പോൾ തന്നെ ഷാമിൽ പറഞ്ഞു, അത് അറബി ഉമ്മയെ പറയണ്ട, അത് എൻ്റെ ഒരു പിഴവാണ്. അതായത് എൻ്റെ വീട്ടിൽ നിരന്തരം ഇഷ്യൂസ്, അതായത് എൻ്റെ എളാമ, അവരൊക്കെ സുലേഖ, അവരൊക്കെ ഉപ്പയെ ഉപദ്രവിക്കുന്നതും പിന്നെ അങ്ങനെ ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്നതും ഉപ്പയെ ഡൈവേഴ്സ് ചെയ്ത് പോയതും എല്ലാം കൂടി ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കെന്നും ഇങ്ങനെ കഷ്ടകാലം തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ആ കുട്ടിയെ ഇനിയും ഇതിലേക്ക് കൊണ്ടുവന്നാൽ അവൾ കൂടി കഷ്ടപ്പെടും, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല എന്നതുകൊണ്ടും ഞാൻ വിചാരിച്ചു, എന്തിനാണ് ആ കുട്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? അവളുടെ കല്യാണ വിവാഹങ്ങൾ നോക്കണമെങ്കിൽ നോക്കിക്കോളൂ, എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ടൈം പിടിക്കും എന്നതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അവരത് ചെയ്തതും. എന്നാൽ അജ്മൽ പറഞ്ഞു, ശരിയാണ്, അവനത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അവർ തമ്മിൽ ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നാൽ അജ്മലിനോട് പറഞ്ഞു ഷാമിൽ, അജ്മൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു അവൾ. പക്ഷേ പറഞ്ഞിട്ടെന്താ, സിറ്റുവേഷൻ അങ്ങനെ ആക്കി തീർത്തു. അതുകൊണ്ട് സാരമില്ല. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പടച്ച റബ്ബ് വിധിച്ചതല്ലേ നടക്കുള്ളൂ. ഷാമിലിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എൻ്റെ ഭാഗത്തു നിന്ന് വന്ന ചെറിയൊരു തെറ്റാണ് ഇതിനെല്ലാം കാരണം. ബുഷി കഷ്ടപ്പെടാൻ കാരണം ഞാനാണ്. ഇതിനു വേണ്ടി ബുഷിയോട് മാപ്പ് ചോദിക്കണം. ഒന്നുമില്ലെങ്കിൽ അവളുടെ ഭർത്താവിനെ പൂർവ്വസ്ഥിതിയിലെത്തിച്ച് അവളുടെ മുമ്പിൽ കൊടുക്കണം. ബുഷിയുമായി എനിക്കൊന്ന് ആത്മാർത്ഥമായി സംസാരിക്കണം, അതും അജ്മലിനോട് ചോദിച്ചിട്ട്. അങ്ങനെയതാ ഷാമിൽ അജ്മലിനോട് പറയുന്നു, അജ്മൽ, എന്തൊക്കെ തന്നെയാലും എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു. ഷാമിൽ, നീ എന്താ പറയുന്നത്? നീ നല്ലത് വിചാരിച്ച് അവളുടെ ഭാവി വിചാരിച്ചല്ലേ? അതെ അജ്മൽ, ഞാൻ അവളുടെ നല്ല ഭാവി വിചാരിച്ചിട്ടാണ് ഇതിൽ നിന്ന് പിന്മാറിയത്. കാരണം എൻ്റെ വീട്ടിലത്തെ അവസ്ഥ എപ്പോഴും പ്രശ്നങ്ങൾ, എൻ്റെ വീട്ടിലത്തെ അവസ്ഥ എപ്പോഴും പ്രയാസങ്ങൾ, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നോ പ്രോബ്ലം, അതൊന്നും നീ ഓർത്ത് വിഷമിക്കണ്ട. എന്നാൽ അതാ അജ്മലിനോട് ഷാമിൽ ചോദിക്കുന്നു, അജ്മൽ, എനിക്ക് ബുഷിയോട് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത് അതിൻ്റെ പേരിൽ എല്ലാവരും ഒരുപാട് ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. പടച്ച റബ്ബാണ് സത്യം. അജ്മൽ ഞങ്ങളുടെ കൂടെ നിന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ്, ഞങ്ങൾ എന്തായിരുന്നു തുറന്ന് പറഞ്ഞിരുന്നത് അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അജ്മൽ പറഞ്ഞു, എന്താ ഷാമിൽ നിനക്ക്? നീ എന്താ വിചാരിക്കുന്നത്? ഞാൻ നിന്നെ ഇപ്പോഴും സംശയിക്കുന്നുണ്ടെന്നോ? ഒരിക്കലുമില്ല. അത് പിന്നെ അങ്ങനെയൊക്കെ അന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോഴേ എനിക്കറിയില്ലല്ലോ മോനെ, സത്യം ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്.
നോ പ്രോബ്ലം, നിങ്ങൾ സംസാരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് മനസ്സ് തുറന്ന് പറയാനുള്ളത് അതെല്ലാം നിങ്ങൾ പറയണം. എന്നിട്ട് മനസ്സൊന്ന് ഫ്രീ ആക്കണം. അതേ ഉള്ളൂ എനിക്ക് പറയാൻ. അല്ലാതെ ഒരിക്കൽ പോലും വേണ്ടാത്ത രീതിയിൽ ഞാനൊന്നും. എന്താ ഷാമിൽ നീ പറയുന്നത്? നിന്നെ എനിക്ക് വിശ്വാസമില്ല എന്നാണോ? തീർച്ചയായും നിങ്ങൾ സംസാരിക്കണം. സംസാരിച്ച് ബുഷിക്ക് കുറച്ച് സമയം ഉള്ളു തുറന്ന് സംസാരിക്കാനുണ്ട്. ഒരു പക്ഷെ എന്നോട് പറയാൻ പറ്റാത്ത പലതും അവൾ നിന്നോട് പറയുമായിരിക്കും. അതെല്ലാം നീ ഒന്ന് കേൾക്കണം. ബുഷിയുടെ വിഷമങ്ങളും ദുഃഖങ്ങളുമെല്ലാം ഒന്ന് തുറന്ന് പറയുവാൻ അതാ ഷാമിലിനെ അജ്മൽ അവളുടെ മുന്നിലേക്ക് അയക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം തീരണം. അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് അവളുടെ ഭർത്താവിൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി അവർ തമ്മിൽ ഒരുമിക്കണം. ചോദിക്കണം എന്താ ഏതാന്നൊക്കെ. പിന്നെ ഡൈവേഴ്സിൻ്റെ കാര്യം അതെല്ലാം കാണുന്നുണ്ട്. അതൊക്കെ എന്താണ്, യഥാർത്ഥമാണോ, അതിലെന്തെങ്കിലും ചതിയുണ്ടോ എന്നൊക്കെ അതും അറിയാൻ നല്ല ആഗ്രഹമുണ്ട്. ആദ്യം എന്തൊക്കെ തന്നെയാലും അൻഷിഫിൻ്റെ അസുഖം മാറട്ടെ, എങ്കിൽ അവന് സത്യമെല്ലാം വിളിച്ചു പറയും. അല്ല എങ്കിൽ അവനത് ഓപ്പണായി പറയില്ല എന്നതുറപ്പാണ്. പറയാൻ കഴിയില്ല. ആ ഒരു സ്ഥിതിയിലാണ്. റബ്ബേ അല്ലാ, അവനെ ആ രീതിയിൽ ആക്കിയത് സിനാനാണ്. പഠിച്ചോനെ, ആരെന്തൊക്കെ തന്നെ ചെയ്താലും അതിൽ നിന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിന്നെക്കൊണ്ട് കഴിയുമല്ലോ അങ്ങനെ ചെയ്യാനേ. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നീ റെഡിയാക്കി തരണേ അല്ലാ. അജ്മൽ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. പെട്ടെന്ന് അറബിയമ്മ വിളിച്ചു, മോനെ ഷാമിൽ, മോനെ അജ്മൽ, വരൂ, എല്ലാവരും ഇങ്ങോട്ട് വരൂ. നമുക്ക് ചെറിയൊരു ചർച്ചയുണ്ട്. നമ്മുടെ ബുഷിയുടെ കാര്യത്തിൽ ഒക്കെ ഒന്ന് തീരുമാനമാക്കണ്ടേ? അവളുടെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മുടെ പ്രയാസങ്ങൾ എന്താണ്, എല്ലാം ഒന്ന് ചോദിച്ചറിയണം. അതിലൊരു നടപടി എടുക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സമയം അതാ അറബിയമ്മ സഫയോട് പറയുന്നു, മോളെ, എന്തൊക്കെ തന്നെയായാലും മോൾ ഇവിടെ എത്തിപ്പെട്ടല്ലോ, വല്ലാത്ത സന്തോഷം. മോളെ കാണുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. പിന്നെ മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. അതായത് മോൾക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് കേട്ടോ. അറബിയമ്മയുടെ മനസ്സിൽ സഫിയെ കണ്ടപ്പോഴേക്കും എന്തൊക്കെയോ മോഹം ഉദിച്ചിരുന്നു. അത് എന്തായിരിക്കും? അറബിയമ്മ എന്തായിരിക്കും സഫിയെ കണ്ടപ്പോൾ ആഗ്രഹിച്ചിരുന്നത്? ബുഷിയുടെ കാര്യം തീരുമാനമാക്കുമ്പോഴേക്കും സഫയുടെ കാര്യത്തിലും അറബിയമ്മ ഒരു തീരുമാനം കൊണ്ടുവരുമോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അറബിയമ്മ എന്തായിരിക്കും സഫിയെ കണ്ടപ്പോൾ ആഗ്രഹിച്ചത്? ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.